എല്ലാവർക്കും കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചാപ്റ്റർ 2, ദാറ്റ് ഈസ് വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ഓഫ് ക്ലാസ് 7th ബേസിക് സയൻസ്. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്റർ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലൈറ്റിൻ്റെ 3 ഫിനോമിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ പ്രോപ്പർട്ടിയെക്കുറിച്ച് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി നീഡ് ടു ഡിസ്കസ് 3 properties of light, that is refraction of light, what is refraction, how it is happening, what are the different scenarios, what are the different events we observe around us that is happening because of the refraction property of the light. Then we study about the reflection, then we study about the dispersion. Dispersion ഒക്കെ വളരെ സ്ലൈറ്റ് ആയിട്ട് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം. സോ റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിന് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരെയുള്ള സ്മൂത്തായിട്ടുള്ള റോഡിലൂടെ NH-ലൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ NH-ൽ നിന്ന് നമ്മുടെ റൂറൽ ഏരിയയിലോട്ടുള്ള ഒരു റോഡിലോട്ട് കയറുമ്പോഴോ ഈ സ്പീഡ് ഷൂന്നങ്ങ് പമ്മും, പിന്നെ സ്മൂത്തായിട്ട് നേരെ പോയിക്കൊണ്ടിരുന്ന നമ്മളിങ്ങനെ ഗട്ടറിലൊക്കെ വീണ് ഇങ്ങനെയൊക്കെ പോകും. സോ അതാണ് ഡിഫറൻസ്. അതുപോലെ തന്നെ ലൈറ്റിനൊരു സ്പീഡുണ്ട് പല മീഡിയത്തിൽ. ലൈറ്റിൽ എയറിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് വ്യത്യാസമായിരിക്കും, ലൈറ്റ് വാട്ടറിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് വ്യത്യാസമായിരിക്കും, ലൈറ്റ് സ്പേസിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് വ്യത്യാസമായിരിക്കും. സോ ഈ ഡിഫറൻസ് ഇൻ സ്പീഡ് കാരണം ലൈറ്റിൻ്റെ മോഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ സ്ലൈറ്റായിട്ട് വേരി ചെയ്യും. അതായത് ഇപ്പോൾ ഇത് എയറും വാട്ടറും തമ്മിലുള്ള ഒരു ബോർഡറാണെന്ന് വെച്ചു. സോ എയറിലൂടെ ഇങ്ങനെ വരുന്ന ലൈറ്റ് വാട്ടർ ആകുമ്പോഴത്തേക്ക് സ്ലൈറ്റായിട്ട് ഇങ്ങനെ അങ്ങ് പോകും. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? സോ ലൈറ്റ് വെൻ പാസസ് ത്രൂ വൺ മീഡിയം ടു അനദർ മീഡിയം, ഇറ്റ്സ് പാത്ത് ഗെറ്റ് ചേഞ്ച്ഡ്, ഡയറക്ഷൻ ഗെറ്റ് ചേഞ്ച്ഡ്. വൈ? ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയംസ് ആർ ഡിഫറെൻറ്റ്. സോ ഒരുപാടൊന്നും നിങ്ങൾ ടെക്നിക്കാലിറ്റിയിലോട്ട് പോകണ്ട. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി വ്യത്യാസമാണ്. എയർ എന്ന് പറയുന്നത് അല്പം കൂടെ കുറച്ച് ഡെൻസർ അല്ലേ, വാട്ടർ ഇത്തിലൂടെ കൂടുതൽ ഡെൻസറാണ്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? സോ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കാരണം ഈ മീഡിയത്തിൽ ലൈറ്റ് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിന് ചെറിയൊരു വേരിയേഷൻ വരും. അതാണ് ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് ഒരു സർഫസിൽ പതിക്കുമ്പോൾ ലൈറ്റ് വന്ന രീതിയിൽ തന്നെ ഇവൻ തിരിച്ച് വിടുന്ന ഈ പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ എ സർഫസ് സെൻഡ് ബാക്ക് ദ ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. സോ ഈ സർഫസിൻ്റെ നേച്ചറിനനുസരിച്ചിരിക്കും എപ്പോഴും ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷനും എല്ലാം. അതായത് ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഈ വന്ന് പതിക്കുന്ന ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അവൻ റിഫ്ലക്റ്റ് ചെയ്യും. അതേസമയത്ത് ഒരു റഫ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും, പല ആംഗിളിലായിരിക്കും അവനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ. ദെൻ ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഡിസ്പേർഷൻ, P ഫോർ പ്രിസം. നമ്മൾ പ്രിസം ഒരു ലൈറ്റിൻ്റെ പാത്തിൽ വെക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു പ്രിസം, നിങ്ങളെല്ലാം പ്രിസം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ പ്രിസം അതിൻ്റെ പാത്തിൽ വെച്ചാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിൻ്റെ ഇന്ന് വൈറ്റ് ലൈറ്റ് ആയിരിക്കും, പക്ഷെ ഔട്ട് വരുന്നത് 7 കളറുകളായിരിക്കും. വിബ്ജിയോർ എന്ന് നമ്മൾ പറയും. വിബ്ജിയോർ കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാം? റെയിൻബോയിൽ കണ്ടിട്ടില്ലേ കളർ, 7 കളർ. സോ അതാണ് ഈ വിബ്ജിയോർ എന്ന് പറയുന്നത്. സോ ഈ ഫിനോമിനയ്ക്കാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ ലൈറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻ്റ് കളേഴ്സ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. സോ നമ്മൾ റെയിൻബോയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റെയിൻബോയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? റെയിൻബോയ്ക്കകത്ത് വൈറ്റ് ലൈറ്റ് നമ്മളുടെ വാട്ടർ മോളിക്യൂൾസിൽ വീണിട്ട് പല കളറുകളായിട്ട് മാറിയാണ് നമുക്ക് ഈ റെയിൻബോ ആർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വാട്ടർ ഡ്രോപ്സിനകത്ത് ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. കാര്യം ഈ പ്രിസം എഫക്റ്റ്, ഡിസ്പേർഷൻ എഫക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വൈറ്റ് ലൈറ്റ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് 7 കളേഴ്സ് ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെയാ? സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ
ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എലോങ് വിത്ത് ദാറ്റ് വി ഹാവ് സംതിങ് മോർ. ഒന്നെന്ന് പറയുന്നത് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിറേഴ്സ്. സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലെയിൻ മിററിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സ്ഫെറിക്കൽ മിററിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്ലെയിൻ മിററും സ്ഫെറിക്കൽ മിറർ. സോ പ്ലെയിൻ മിറർ നമ്മൾ സാധാ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് ഈ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ അലമാരിയിലൊക്കെ ഇല്ലേ പ്ലെയിൻ മിറർ? സോ ഈ പ്ലെയിൻ മിററിനകത്ത് ഒരു ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? സ്ഫെറിക്കൽ മിറർ, ഒരു സ്ഫിയറിൽ നിന്നും അടർത്തിയെടുക്കുന്ന മിററാണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ഞാൻ ഈ മിറർ ഈ ഒരു സ്ഫിയറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനല്ലേ ഇരിക്കുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ പാർട്ടിൻ്റെ ഈ ഭാഗം ഞാൻ അങ്ങ് എന്തെങ്കിലും വെച്ച് പെയിൻറ് ചെയ്യുക, എന്നിട്ട് ഈ സൈഡായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഒരു മിററാണ്. സോ ഈ മിററിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്, കോൺവെക്സ് മിറർ. അതേ സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഔട്ട് സൈഡിനെയാണ് നമ്മൾ ഒപ്പാക്ക് ആക്കുന്നതെങ്കിലോ ഇതിലേക്കൂടെ ആയിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ഈ ടൈപ്പ് മിററിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ റഫായിട്ടൊരു ഐഡിയ മാത്രം നിങ്ങൾ വെച്ചിരുന്നാൽ മതി. സോ മിറേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. പ്ലെയിൻ മിറർ ആൻഡ് സ്ഫെറിക്കൽ മിറേഴ്സ്. ദെൻ നമ്മൾ പഠിക്കുന്നത് ലെൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ലെൻസിനെ കുറിച്ച്, രണ്ട് ലെൻസിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നത്. കോൺവെക്സ് ലെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, കോൺകേവ് ലെൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഷാൽ വി സ്റ്റാർട്ട്? ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് നോക്കാം. സോ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്. ഇതിനകത്ത് രണ്ട് കുട്ടികളിൽ നിന്ന് ഒരു മിററിൽ നിന്ന് നമ്മുടെ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് അവരുടെ ചുവരിൽ പതിപ്പിക്കുക ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഒബ്സർവ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ: ടോർച്ച് വേണം, ഒരു സ്റ്റീൽ പ്ലേറ്റ് വേണം, അലൂമിനിയം വെസൽ വേണം, ഒരു കാർഡ്ബോർഡ് വേണം, ഒരു ഷൈനിങ് ഫ്ലോർ ടൈൽ വേണം, ഒരു റൂഫ് ടൈൽ വേണം, കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് വേണം, പിന്നെ ഒരു പേപ്പറും വേണം. സോ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സൺലൈറ്റിനെ ഇവരൊരു മിറർ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേ ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു ടോർച്ച് ലൈറ്റിനെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നുണ്ടോ? ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണുന്നുണ്ടോ? ഈ കുട്ടി ഇവിടുന്ന് ടോർച്ച് ലൈറ്റ് അടിക്കുകയാണ് ഈ റൂഫ് ടൈലിനോട്. നമ്മുടെ നാട്ടിൽ ഓടെന്ന് പറയും, ഓട് ഉപയോഗിക്കത്തില്ല നമ്മൾ. സോ ആ മേൽക്കൂരയിലെ ഓടാണ് ഈ പിടിച്ചിരിക്കുന്നത്. സോ മേൽക്കൂരയിലെ ഓടിൽ പതിച്ചാൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ഒരു സ്റ്റീൽ പ്ലേറ്റിൽ പിടിച്ചാൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ഒരു അലൂമിനിയം വെസൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് സർഫസ് മാത്രമേ പ്രോപ്പറായിട്ട് റിഫ്ലക്ഷൻ നടത്തൂ. എന്താണ് ഒരു സ്മൂത്ത്? റഫ് സർഫസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി അബ്സോർഷൻ ആയിരിക്കും കൂടുതൽ. പിന്നെ റിഫ്ലക്ഷനും അവർ പ്രോപ്പറായിട്ടുള്ള റിഫ്ലക്ഷൻ നടത്തത്തില്ല. അത് ഇതിലെ റിഫ്ലക്റ്റ് ചെയ്തങ്ങ് വിടും ലൈറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ ഫോളോയിങ് പേജിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതേ സമയത്ത് നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റോ അലൂമിനിയം വെസലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവന്മാർ റിഫ്ലക്റ്റ് ചെയ്യും. അതിനകത്ത് സ്റ്റീലായിരിക്കും ഏറ്റവും നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാർബോർഡ് ഒന്നും റിഫ്ലക്റ്റ് ചെയ്യത്തേയില്ല, അബ്സോർഷൻ ആയിരിക്കും അതിൽ കൂടുതൽ. ഷൈനിങ് ഫ്ലോർ ടൈലിനകത്ത് നിങ്ങൾ ഫ്ലോർ ടൈലിനകത്ത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നത്? സോ ഷൈനിങ് ഫ്ലോർ ടൈലിൻ്റെ പ്രത്യേകതയാണ്. നോക്കാം നമുക്ക്. സോ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഒബ്സർവ്ഡ് റിസൾട്ടാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ റിഫ്ലെക്ട്സ് ലൈറ്റ് വെരി വെൽ. ദെൻ വാട്ട് അബൌട്ട് ദ അലൂമിനിയം വെസൽ? ദാറ്റ് ആൾസോ റിഫ്ലക്റ്റ് ലൈറ്റ്. കാർബോർഡ് ആണെങ്കിലോ ദാറ്റ് വോണ്ട് റിഫ്ലക്റ്റ്. ഷൈനിങ് ഫ്ലോർ ടൈൽ ദാറ്റ് റിഫ്ലക്റ്റ്. റൂഫ് ടൈൽ ആണെങ്കിലോ ദാറ്റ് വോണ്ട് റിഫ്ലക്റ്റ്. കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് ആണെങ്കിലോ റിഫ്ലക്റ്റ് ചെയ്യില്ല. പേപ്പർ ആണെങ്കിലോ അതും റിഫ്ലക്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ വീഴുന്ന ലൈറ്റിനെ അതേ പാത്തിൽ തന്നെ റിട്ടേൺ ചെയ്യുന്ന ഫിനോമിനയ്ക്കാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്ലക്ഷൻ എപ്പോഴും ദ സർഫസ് മാറ്റേഴ്സ്. ആ സർഫസ് എങ്ങനെയുണ്ട്, ആ സർഫസിനനുസരിച്ചായിരിക്കും റിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. സോ റെഗുലർ റിഫ്ലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലൈറ്റ് വരുന്നുണ്ട്, ആ ലൈറ്റിനെ ഒരേ ഡയറക്ഷനിൽ ഒരേ ആംഗിളിൽ തന്നെ ആയിരിക്കും ഇവർ റിഫ്ലക്റ്റ് ചെയ്ത് അയക്കുന്നത്. അതായത് ഒരു 30 ഡിഗ്രിയിൽ ഈ ഒരു ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ 30 ഡിഗ്രി തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ 30 ഡിഗ്രിയിൽ എപ്പോൾ എല്ലാം പതിക്കുന്നു അന്നേരം എല്ലാം 30 ഡിഗ്രിയിൽ പോകും. കാര്യം എന്താ? അത് റെഗുലർ റിഫ്ലക്ഷൻ ആണ് ഇങ്ങനെയുള്ളത്.
So when the light falls on a mirror or a steel plate or a smooth floor tile, it is reflected regularly. So regular reflection ആണ്, comparatively perfect reflection ആണ് ഇവിടെ നടക്കുന്നത്. This is known as regular reflection. Mirrors are surfaces which reflect light regularly. Mirrors എന്ന് പറയുന്നത് surfaces ആണ് which reflect light regularly. Regular ആയിട്ട് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് ഒരു കാർഡ്ബോർഡോ റൂഫ് ടൈലോ ക്ലോത്തോ ഒക്കെ എടുക്കുകയാണെങ്കിലോ അത് ഡിഫ്ലക്റ്റ് ചെയ്യത്തില്ല. റിഫ്ലക്ഷൻ തന്നെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആയിരിക്കും. മനസ്സിലാകുന്നോ? ലൈറ്റ് വീഴുന്നതൊന്നും കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകത്തില്ല. ഇതിലെ പതിപ്പിച്ചങ്ങ് കളയും. അത് കൂടുതൽ റഫാണെങ്കിൽ കൂടുതൽ അബ്സോർഷൻ നടക്കും, ഒട്ടും അത് റിഫ്ലക്ഷൻ വരത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബ്ലാക്ക് കളർ ക്ലോത്ത് എടുക്കുകയാണെന്ന് വെച്ചോ, അവിടെ റിഫ്ലക്ഷൻ നടക്കത്തേ ഇല്ല, 0 ആണ്. കാര്യം അബ്സോർഷൻ കംപ്ലീറ്റ് ആയിരിക്കും. അതേസമയത്ത് നമ്മളെടുക്കുന്ന കാർഡ്ബോർഡ് അത് ബ്രൗൺ കളറാണ്. അതിനകത്ത് കുറച്ചൊക്കെ അബ്സോർവ് ചെയ്യും, കുറച്ച് ഇതിലെ റിഫ്ലക്റ്റ് ചെയ്യും. ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. When the light falls on a rough surface, it is reflected irregularly. This reflection is known as diffuse reflection. So നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം, what do you mean by regular reflection? What do you mean by diffuse reflection? So regular ആയിട്ട് ഒരു സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുന്നതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇറഗുലർ ആയിട്ട് ഒരു റഫ് സർഫസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈറ്റ് ആൻഡ് സൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്? വെൻ വി ആർ ഏബിൾ ടു പെർസീവ്, വെൻ വി ആർ ഏബിൾ ടു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, വെൻ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. സോ ഒരു ഒബ്ജക്റ്റിനകത്ത് വീഴുന്ന ലൈറ്റ് അവൻ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തിടണം. നമ്മളുടെ കണ്ണിലോട്ട് റിഫ്ലക്ഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റൂ. സോ വാട്ട് ഡു വി സീ? Can we see objects in dark room? ഇരുട്ടുള്ള റൂമിൽ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഒബ്ജക്റ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് അടിക്കും നമ്മളിലോട്ട്. അന്നേരം നമുക്കത് കാണാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ലൈറ്റ് തിരുന്ന് ഒരു കുട്ടി ബുക്ക് വായിക്കുകയാണ്. സോ ഇവിടെ എങ്ങനെയാണ് ഈ ബുക്കിനകത്തുള്ള വരികൾ ഇയാൾക്ക് കാണാൻ പറ്റുന്നത്? ഈ ലൈറ്റിൽ നിന്നുള്ള, ഈ ബൾബിൽ നിന്നുള്ള ലൈറ്റ് വന്ന് ബുക്കിൽ പതിക്കും. ബുക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യും ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ. സോ ഞാനിവിടെ ഇരിക്കുന്ന ആൾ എനിക്കതിനെ പെർസീവ് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. സോ ഐ ക്യാൻ സീ ലൈൻസ് ഇൻ ദാറ്റ് ബുക്സ് യൂസിങ് ദ ലൈറ്റ് സോഴ്സ് ഫ്രം ദിസ് ബൾബ്. മനസ്സിലാവുന്നോ? സോ വി ക്യാൻ സീ ഒബ്ജക്ട്സ് വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ടു അവർ ഐസ്. സോ ഒബ്ജക്റ്റിൽ വീണ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിലോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുകയുള്ളൂ. So how does the driver see the boy crossing the road during daytime? ഡേടൈമിൽ സൺലൈറ്റ് ഉണ്ട്. സോ സൺലൈറ്റ് ഉണ്ടായതുകൊണ്ട് സൺലൈറ്റ് എല്ലായിടത്തും പതിക്കുന്നു. സോ ഈ ഡ്രൈവറിന് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കാണാം, മുന്നിലുള്ള റോഡുകൾ കാണാം, ഇതിലേക്കൂടെ ക്രോസ് ചെയ്യുന്ന ബോയിയെ കാണാം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. മനസ്സിലാകുന്നു? ഇവിടെ സീബ്ര ക്രോസിങ് വരച്ചേക്കുന്നുണ്ടോ നിങ്ങൾ? വൈറ്റ് വൈറ്റ് വൈറ്റ്. സോ ഈ വൈറ്റിനകത്ത് ലൈറ്റ് വീഴുമ്പോൾ കൂടുതൽ റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ടാണ് നമുക്ക് അതിനെ വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ ഹൗ ഡസ് ദ ഡ്രൈവർ സീ ദ ബോയ് ക്രോസിംഗ് ദ റോഡ് ഡ്യൂറിങ് ഡേ ടൈം? ഡേ ടൈം സൺലൈറ്റ് ഈസ് അവൈലബിൾ. ദ സൺലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദിസ് ഒബ്ജക്റ്റ് ബോയ് ആൻഡ് ദാറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചേഴ്സ് the driver's eye, so the driver able to see that boy. മനസ്സിലാവുന്നോ? How is the dog seen when torch is lighted? So during night time we cannot see objects because no reflected light reaches our eyes. ശരിയല്ലേ? റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒന്നും നമ്മളുടെ കണ്ണിലോട്ട് വരുന്നില്ല. സോ വി വോണ്ട് ഏബിൾ ടു സീ ഒബ്ജക്ട്സ് നിയർ ബൈ ഡ്യൂറിങ് നൈറ്റ് ടൈം. In order to see objects, we use some kind of light source. So here നമ്മൾ ടോർച്ച് ലൈറ്റാണ് ഉപയോഗിച്ചത്. സോ ടോർച്ച് ലൈറ്റ് അടിച്ചപ്പോൾ അത് ഈ ഡോഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വീണു. ദാറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് ബാക്ക് ടു മൈ ഐസ്. സോ ടോർച്ച് ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ വന്ന് വീണു, ഫാൾ ചെയ്തു. ഈ ഫാൾ ചെയ്ത ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു മൈ ഐസ്. That's how I am able to, that's how a person able to see a dog. Okay, does the light reflected from our face reach our eyes? വരും, പക്ഷേ അത് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും വെച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വരുത്തുന്ന കാര്യം പാടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരാളാണ്, ഈ ആളുടെ മുകളിൽ ഈ ഒരു കുട്ടി, ഈ കുട്ടിയുടെ മുകളിൽ സൺലൈറ്റ് അടിക്കുന്നുണ്ട്. സോ ഈ സൺലൈറ്റ് അടിച്ച ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ് ഈ കുട്ടി എന്ന് പറയുന്നത്. ഈ കുട്ടിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. സോ ഇത് ഞാനാണെന്ന് വെച്ചോ. സോ എൻ്റെ മുഖത്തിൽ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് കാണുന്നത് എങ്ങനെ? കാര്യം ഇത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ
ബാക്കിലോട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. ഈ പോകുന്നതിനെ എങ്ങനെങ്കിലും, ഇങ്ങനെ പോകുന്ന ലൈറ്റിനെ എങ്ങനെങ്കിലും എനിക്ക് തിരിച്ച് എൻ്റെ കണ്ണിലോട്ട് വരുത്താൻ പറ്റുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം മൈ ബോഡി ഇറ്റ് സെൽഫ്. സോ അതിനാണ് നമ്മൾ ജനറലി മിറർ യൂസ് ചെയ്യുന്നത്. സോ ഒരു മിറർ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്, എൻ്റെ ബോഡിയിൽ വീണ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ഈ മിറർ വെച്ച്, അതെൻ്റെ കണ്ണിൽ വെത്തും. സോ എനിക്ക് എൻ്റെ ഇമേജ് കാണാൻ പറ്റും, എനിക്ക് എൻ്റെ തന്നെ ഇമേജ് എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. മനസ്സിലാവുന്നല്ലോ. വാട്ട് മെത്തേഡ് ഡു വി യൂസ് ടു സീ അവർ ഓൺ ഫേസ്? വി യൂസ് മിറേഴ്സ് ഫോർ ദാറ്റ്. ഓക്കെ. സോ നമ്മൾ ആദ്യമേ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് മിറേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് മിററാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്ന, ഒരുങ്ങാനൊക്കെ യൂസ് ചെയ്യുന്ന മിററാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. A mirror with a plain surface is called a plain mirror. A mirror with a plain surface. Plain surface ഉള്ള മിററിനെയാണ് plain mirror എന്ന് പറയുന്നത്. What if we look at a steel plate or an aluminum plate instead of mirror? മിററിന് പകരം നമ്മൾ ഒരു അലൂമിനിയം പ്ലേറ്റോ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ നോക്കിയുള്ള വ്യത്യാസം എന്താ? അതും റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലെയിൻ മിറർ നല്ല സ്മൂത്താണ്. സോ ആ സ്മൂത്ത്നെസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ അത്രത്തോളം പെർഫെക്ഷൻ ആയിരിക്കും ദാൻ ദി സ്റ്റീൽ പ്ലേറ്റ് ആൻഡ് അലൂമിനിയം പ്ലേറ്റ്. ഓക്കെ. ഹൗ ഡസ് ദ ഫേസ് അപ്പിയർ? ഇതിനകത്ത് ഫേസ് നമുക്ക് കൂടുതൽ ബ്യൂട്ടി ആയിട്ട് കാണാൻ പറ്റും, കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഫാളിങ് ഓൺ എ സർഫസ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്? സോ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. അതായത് നോക്കുക നിങ്ങൾ, സോ ഒരു ഒബ്ജക്റ്റിൽ ഒരു ലൈറ്റ് വന്ന് ഫോളോ ചെയ്താൽ ആ ഒബ്ജക്റ്റുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്കൊരു നോർമൽ വരയ്ക്കാൻ പറ്റും, ഒരു പെർപെൻഡിക്കുലർ. സോ ഈ നോർമലുമായിട്ട് ഈ ഇൻസിഡൻറ്റ് റേ നമ്മൾ താഴോട്ടുള്ള ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെ ആയിരിക്കും റെഗുലർ റിഫ്ലക്ഷനകത്ത് എപ്പോഴും റിഫ്ലക്ഷൻ നടക്കുന്നത്. ഈ ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റഡ് ലൈറ്റും പാസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? സോ റിഫ്ലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒരു പ്ലെയിൻ മിററാണ് എടുത്തിരിക്കുന്നത്. ഈ പടം വരയ്ക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഈ ഒരു സർഫസ് ഇങ്ങനെ റഫാക്കി കൊടുത്തിരിക്കുക, ഒപ്പാക്കി കൊടുത്തിരിക്കുക. സോ ഈ ഒരു മിററിൻ്റെ, ഇവിടെ തന്നിരിക്കുന്ന മിററിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫേസ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഫേസ്, ഇതാണ് സ്മൂത്ത് ഫേസ്. സോ സ്മൂത്ത് ഫേസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ വന്ന് പതിക്കുന്ന റേയെ, ലൈറ്റിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പതിക്കും. ആ ഇൻസിഡൻറ്റ് റേ പ്ലെയിൻ മിററിൽ വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ അതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കും. സോ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ. സോ ഇൻസിഡൻറ്റ് റേ ഈ പ്ലെയിൻ മിററിന് ആ ഇൻസിഡൻറ്റ് റേ എവിടാണോ വന്ന് ടച്ച് ആവുന്നത് അവിടെ നമ്മളൊരു നോർമൽ വരയ്ക്കും, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ആ പ്ലെയിൻ മിററിൻ്റെ ആ ഒരു സർഫസുമായിട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. So the incident ray forms an angle with the normal, that is known as angle of incidence, and the observed detail is that the reflected ray will also make the same angle with the normal. This is known as angle of reflection. So angle of incidence ഉം angle of reflection ഉം എപ്പോഴും ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഇവിടെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കാനുള്ളതാണ്. ഓക്കെ. സോ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം. ഒന്നുമില്ല, പല ഇൻസിഡൻറ്റ് റേ ആംഗിളുകൾ വെക്കുമ്പോൾ, ഒരു ലേസർ ബീം വെച്ചോണം ഇത് ചെയ്യാൻ. സോ പല ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ വെക്കുമ്പോൾ 20 വെക്കുമ്പോൾ, 10 വെക്കുമ്പോൾ, 20 വെക്കുമ്പോൾ, 30 വെക്കുമ്പോൾ, 40 വെക്കുമ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ എത്ര ആയിരിക്കുമെന്ന് നിങ്ങൾ മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അതായത് ഇത് 30 ആണെങ്കിൽ ഇവിടെയും 30 ആയിരിക്കും. ഇത് നിങ്ങൾ 40 സെറ്റ് ചെയ്താലോ ഇവിടെയും 40 ആയിരിക്കും. ഇത് നിങ്ങൾ 60 സെറ്റ് ചെയ്താലോ ഇവിടെയും 60 ആയിരിക്കും. കീപ്പ് ഇൻ മൈൻഡ്, 90യിൽ കീഴുള്ളത് മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 90 ഡിഗ്രിയിൽ നിങ്ങൾ പതിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? സപ്പോസ് ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ശരിയല്ല? ഈ ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 90 ഡിഗ്രിയാണ്. സോ ഇത് ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഈ പോകുന്നതും 30 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഈ ആംഗിൾ കൂട്ടി 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 നിങ്ങൾക്ക് 90 ഡിഗ്രി ആക്കാൻ പറ്റും. 90 ഡിഗ്രി ആക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഇത് റിഫ്ലക്ഷൻ നടക്കത്തില്ല, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. കാര്യം ഇത് പാരലായിട്ടാണ് പോകുന്നത് പ്ലെയിൻ മിററുമായിട്ട്. മനസ്സിലാവുന്നു? അതേ സമയത്ത് നമ്മളത് കുറച്ച് ഈ ആംഗിൾ കുറച്ച് 0 ഡിഗ്രി ആക്കുമ്പോഴോ വന്ന് പതിക്കുന്ന അതേ പാത്തിൽ തന്നെ അത് തിരിച്ചു പോകണം. ഓക്കെ. So now it is clear that the angle of incidence and the angle of reflection are always equal. Question mark ഒക്കെ എടുത്ത് നിങ്ങളെ.
So now it's clear that the angle of incidence and angle of reflection is always equal. ഇനി പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ആ പ്രോപ്പർട്ടീസ് അവരിവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്ലെയിൻ മിറേഴ്സ്? 1. The size of the image will be the same as that of the object. ആ മിററിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ഒബ്ജക്റ്റിൻ്റെ സൈസും ആ മിററിനകത്തുള്ള റിഫ്ലക്റ്റഡ് ഇമേജിൻ്റെ സൈസും എക്സാക്ട്ലി സെയിം ആയിരിക്കും. The size of the image will be the same as that of the object. Then the distance between the image and the mirror is equal to the distance between object and the mirror. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ അലമാരിയുടെ മുമ്പിലൊക്കെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളാണ് ഇവിടെ ഒബ്ജക്റ്റ്. സോ നിങ്ങളും ഈ മിററും തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ മിററും അതിൻ്റെ ഇമേജും തമ്മിൽ കാണിക്കുന്നത്. നമ്മൾ ബാക്കിലോട്ട് പോയാലോ ഇമേജും ബാക്കിലോട്ട് പോകും, നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിന്നാലോ ഇമേജും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. ദെൻ ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ആവും, റൈറ്റ് ലെഫ്റ്റ് ആവും. സോ ഇൻവേർഷൻ എന്ന് വെച്ചാൽ ജനറലായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ആരോ വരയ്ക്കുകയെന്ന് വെച്ചോ. സോ ഇൻവേർട്ടഡ്, വാട്ട് ഈസ് ദ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദിസ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇൻവേർട്ടഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. മനസ്സിലാവുന്നു? ബട്ട് ഇഫ് ദേ ആർ ആസ്കിങ് യു വാട്ട് ഈസ് ദ ലാറ്ററൽ ഇൻവേർഷൻ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ അത് സെയിം തന്നെയാണ്. ഓക്കെ, അത് ആരോ ഒരുപോലെ ഇരിക്കുന്നുണ്ട് നമുക്ക് തോന്നേ. അതേ സമയത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണ്. സോ ഇങ്ങനെ ഇരിക്കുവാണ് ഈ ആരോ എന്ന് വെച്ചോ. സോ ഇതിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ തിരിച്ച് ഇങ്ങനെ വരയ്ക്കും. അവിടെ അതേ സൈഡിൽ തന്നെ, അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ തന്നെ വരും അതേ മാർക്കിങ്. ഇനി ലാറ്ററൽ ഇൻവേർഷനാണ് ഞാൻ പറയുന്നതെങ്കിൽ, ഈ ഇമേജിൻ്റെ ലാറ്ററൽ ഇൻവേർഷനാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് നേരെ തിരിയും, ലെഫ്റ്റ് റൈറ്റ് ആവും, റൈറ്റ് ലെഫ്റ്റ് ആവും. മനസ്സിലാവുന്നു? സോ ഈ ഇമേജിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുവാണ് ഇത്, ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുവാണ് ഈ പോർഷൻ. സോ ഇതാണ് ലാറ്ററൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഒരു പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. സോ ഈ 3 പ്രോപ്പർട്ടിയും പഠിച്ചു വെച്ചോണം, എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്ലെയിൻ മിറർ? ഓക്കെ, സോ ഇമേജ് ഫോം ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. ഇവിടെ ആറന്മുള കണ്ണാടിയെക്കുറിച്ച് ചെറിയൊരു ഇൻഫോർമേഷൻ പീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നേ ഇത്രേ ഉള്ളൂ. ആറന്മുള മിറർ നമ്മളുടെ സാധാ മിറർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആറന്മുള എന്ന സ്ഥലത്തുള്ള ആറന്മുള മിറർ. സോ ആറന്മുള ഈ മിറർ മേക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, ആൻഡ് അലോയ് ഓഫ് സ്പെഷ്യൽ കമ്പോസിഷൻ ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ്. ഇത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീക്രട്ട് ആ ആറന്മുള ഫാമിലിക്ക് മാത്രമേ അറിയാവൂ. ഇവർ യാതൊരു കാരണവശാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ അലോയുടെ പ്രോപ്പർ കമ്പോസിഷൻ എന്താണെന്ന് പബ്ലിക് ആക്കിയിട്ടില്ല ഇതുവരെ. സോ വേറെ ആർക്കും ഈ ആറന്മുള മിറർ ഉണ്ടാക്കാൻ അറിയില്ല. മനസ്സിലാവുന്നു? ആറന്മുള മിറർ ഈ അലോയി, അതായത് ഒരു അലോയി നമ്മളൊരു മെറ്റൽ ഉണ്ടാക്കിയിട്ട് അതിനെ സ്ക്രാച്ച് ചെയ്ത് അത്രയും ഷൈനിങ് സർഫസ് ആക്കി മാറ്റുക. സോ ദ മിറർ ഗീവ്സ് എ ക്ലിയറർ ഇമേജ് ദാൻ ദ ഓർഡിനറി മിറർ. സോ ഓർഡിനറി മിററിനേക്കാൾ നല്ല ക്ലിയർ ഇമേജ് ആയിരിക്കും ആറന്മുള കണ്ണാടി നമുക്ക് തരുന്നത്. ഇറ്റ്സ് പ്രിറ്റി കോസ്റ്റ്ലി കമ്പയർഡ് ടു അവർ നോർമൽ മിറർ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് ഉണ്ട്. ഒരിക്കലും പ്ലെയിൻ മിറർ മാത്രമല്ല, മറ്റുള്ള മിററുകളും ഉണ്ട്. ആ മിററുകളെ പറയുന്നതാണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സോ പ്ലെയിൻ മിറർ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു, റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിട്ടുള്ളത്. അതുകൂടാതെ സ്ഫെറിക്കൽ മിറർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺവെക്സ് മിറർ. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്. സോ ഔട്ട്വേർഡ് കർവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് നോക്ക്, ഇതാ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്ന സ്മൂത്ത്. ഇത് റഫാക്കി വെച്ചിരിക്കുക, ലൈൻ കൊടുത്തിരിക്കുന്നത് കാണുന്നോ നിങ്ങൾ? സോ കോൺവെക്സ് മിറർ ഉണ്ട്. കോൺവെക്സ് മിററിനകത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട് സൈഡ്. കോൺകേവ് മിറർ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ കോൺവെക്സ് എന്നും, കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവ് മിറർ എന്നും പറയും. പ്ലെയിൻ മിറർ ഉണ്ട്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പ്ലെയിൻ മിറർ ആണെങ്കിൽ അങ്ങനെ പറയും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒബ്സർവേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലാഡിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടും ബാക്കും തിരിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് കർവ്ഡ് ഔട്ട് സൈഡ് ഇൻവേർഡ് ആണ്, ഒരു സൈഡ് കർവ്ഡ് ഔട്ട്വേർഡ് ആണ്. അപ്പോൾ അതിനുള്ള ഇമേജിൻ്റെ വ്യത്യാസം കാണും. ആ ഇമേജിൻ്റെ വ്യത്യാസം സെയിം ആയിരിക്കും നമ്മൾ ഇനി പറയാൻ പോകുന്ന കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, സിൻസ് സച്ച് മിറേഴ്സ് ആർ പാർട്ട് ഓഫ് ദ സ്ഫിയേഴ്സ് ദേ ആർ കാൾഡ് സ്ഫെറിക്കൽ മിറർ. നമ്മൾ ആൾറെഡി പഠിച്ചില്ലേ? സോ സ്ഫിയറിൻ്റെ പാർട്ടായതുകൊണ്ടാണ് ഈ മിററിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മിറേഴ്സിൽ
ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.